കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നൊരിക്കൽ കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. നാം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് ജ്ഞാനം തരുവാനായിട്ട്. നമുക്ക് ജ്ഞാനം വളരെ ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് ജ്ഞാനം എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് ജ്ഞാനമെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ഈ ജ്ഞാനത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ ഉപേക്ഷിക്കും. എന്നാൽ ജ്ഞാനം വേണ്ട എന്നാണോ? അല്ല, ജ്ഞാനത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ ഉപേക്ഷിക്കും. ശലോമോൻ ദൈവത്തോട് പറഞ്ഞു, ദാൻ മുതൽ ബർഷേവ വരെയുള്ള ഈ രാജ്യത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനത്തെ തരുവാനായിട്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ജ്ഞാനികളിൽ ജ്ഞാനിയായി ശലോമോൻ മാറ്റപ്പെട്ടു. ഫലം എന്തായിരുന്നു? ഇസ്രായേലിലെ സുവർണ കാലഘട്ടം ശലോമോൻ്റേതായിരുന്നു. ഒരു യുദ്ധം പോലും ചെയ്യാതെ എല്ലാ രീതിയിലും ജ്ഞാനം കൊണ്ട് രാജ്യം ഭരിച്ചു. രാജ്യം ഭരിക്കേണ്ടത് ജ്ഞാനം കൊണ്ടായിരിക്കണം, സൈനിക ബലം കൊണ്ടല്ല, കൗശലം കൊണ്ടുമല്ല. അപ്രകാരം ആയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനം ഈ ലോകപ്രകാരം ഏറ്റവും മേൽത്തരമായിരുന്നു. പക്ഷേ അതേ മനുഷ്യൻ തന്നെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, ഹ മായ, സകലതും മായ. മാത്രവുമല്ല, താഴേക്ക് വായിക്കുമ്പോൾ ഇത് ഞാൻ പ്രതിപാദിക്കുന്നത് സഭാപ്രസംഗി 1-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ പ്രതിപാദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. താൻ ജ്ഞാനം കൂടുതലായിട്ട് അന്വേഷിച്ചു, പക്ഷേ തനിക്ക് അത് വേദനയാണ് നൽകിയത് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ലോകപ്രകാരമുള്ള ഏത് തരത്തിലുള്ള ജ്ഞാനമെടുത്താലും അവിടെ നമുക്ക് വേദന കാണാൻ കഴിയും, അവിടെ നമുക്ക് ബാധ്യത കാണാൻ കഴിയും, അവിടെ നമുക്ക് പരിമിതികൾ കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനം ശലോമോന് ലഭിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനം ശലോമോന് ലഭിച്ചിരുന്നു എങ്കിൽ ശലോമോൻ്റെ ജീവിതാവസാനം അപ്രകാരം ഒരനുഭവത്തിലേക്ക് പോകില്ലായിരുന്നു. ശലോമോൻ തൻ്റെ ജീവിതം തനിക്ക് ബോധിച്ചതുപോലെ തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനനുസരിച്ച് ജീവിച്ചു തീർത്തു. എന്നാൽ സത്യസന്ധമായ ദൈവിക ജ്ഞാനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതം അങ്ങനെ അല്ല. അവിടെയാണ് ശലോമോൻ പ്രാപിച്ച ജ്ഞാനത്തിനും ദൈവികമാകുന്ന യഥാർത്ഥ ജ്ഞാനത്തിനും തമ്മിലുള്ള വ്യത്യാസം. ശലോമോന് വ്യക്തിപരമായിട്ട് ശലോമോൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുവാനുള്ള ജ്ഞാനം ശലോമോന് വർദ്ധിച്ചു കിട്ടിയപ്പോൾ, ഇവിടെ ഞാൻ സംസാരിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യൻ്റെ കഴിവോ ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്വാളിറ്റിയിലൂടെയോ ലഭിക്കുന്ന ജ്ഞാനം അല്ല. നമുക്ക് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അവിടെ 25-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. 1 Corinthians chapter 1 verse 25. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. എന്നിട്ട് നമുക്ക് 18-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഞാൻ ആദ്യം വായിച്ച വചനം 25-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. അതുപോലെ സ്തോത്രം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ
ദൈവശക്തിയും ആകുന്നു. ഇവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, ഈ ലോകപ്രകാരമുള്ള ജ്ഞാനവുമായിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ബന്ധം ഇല്ല. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ ജ്ഞാനം. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ദൈവം. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ രക്ഷ. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ ആത്മാവ്. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ആ സ്നേഹം. ദൈവം മനുഷ്യനിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ തന്നെ അന്വേഷിക്കുന്നവൻ ആരുണ്ട് എന്ന് ദൈവം മനുഷ്യരാശിയെ നോക്കുകയാണ്. 53-ാം സങ്കീർത്തനം ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം മനുഷ്യരാശിയെ നോക്കുകയാണ്, തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആരുണ്ട് എന്ന്. അവിടെ തന്നെ അന്വേഷിക്കുന്നവർ, തന്നെ പരമാർത്ഥ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ, ഏത് കാട്ടിലായാലും ഏത് നാട്ടിലായാലും ഏത് സാഹചര്യത്തിലായാലും തന്നെ പരമാർത്ഥ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുക തന്നെ ചെയ്യും. മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, അവിടെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് പഴയ നിയമത്തിലുള്ള ഒരു പ്രവചനമാണ്. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് അത് പഠിച്ച് എടുക്കാൻ കഴിയുന്ന ഒന്ന് അല്ല. വി കാണ്ട് അക്വയർ, വി കാണ്ട് possess, we can't study, we can't understand God's wisdom in worldly standards. ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് മാനുഷികമായ നിലവാരത്തിൽ അന്വേഷിക്കുവാനോ മാനുഷികമായ നിലവാരത്തിൽ കണ്ടെത്തുവാനോ പഠിച്ചെടുക്കുവാനോ അതിനായിട്ട് അധ്വാനിക്കുവാനോ ആ ഒരു നിലവാരത്തിൽ മുൻപോട്ട് പോയാൽ നമുക്ക് ലഭിക്കുന്നത് അല്ല. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട്, ഈ ലോകപ്രകാരമുള്ള ജ്ഞാനം കൊണ്ട്, ഈ ലോകപ്രകാരമുള്ള അറിവ് കൊണ്ട്, ഈ ലോകപ്രകാരമുള്ള ഏതെങ്കിലും ഒരു മതം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സംഹിത കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയം കൊണ്ട് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിൽ വെളിപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിൽ വെളിപ്പെടുന്നത് വിശ്വാസത്താൽ ആണ്. ഈ വിശ്വാസത്തിനും നമുക്ക് എന്തെങ്കിലും അവകാശപ്പെടുവാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിനും നമുക്കൊന്നും അവകാശപ്പെടുവാനില്ല. അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. ഈ വിശ്വാസവും തന്നെ അന്വേഷിക്കുന്ന പരമാർത്ഥ ഹൃദയമുള്ളവരുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന വിശ്വാസമാണ്. ഈ ആകർഷണം തന്നെ അന്വേഷിക്കുന്നവരുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്നതാണ്. രാജാവ് അനുവദിച്ചിട്ടല്ലാതെ ആർക്കും രാജാവിൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല.
നിങ്ങളിന്ന് ഈ സത്യദൈവത്തെ അറിയുന്നത്, നിങ്ങളിന്ന് ഈ ഏകദൈവത്തെ അറിയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മുഖാന്തരമല്ല. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടുമല്ല. നിങ്ങളും ഞാനും കർത്താവിനെ അറിയുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവം ഇട്ടിരിക്കുന്ന ആ ദൈവികമാകുന്ന ആ പവിത്രമായ ആ സവിശേഷമായ വിശ്വാസം നിമിത്തമാണ്. പ്രിയമുള്ളവരെ, ആ സവിശേഷമായ ദൈവിക വിശ്വാസം നമ്മെ ദൈവിക ജ്ഞാനമുള്ളവരായി മാറ്റുകയാണ്. വിശ്വാസത്താൽ വെളിപ്പെടുന്ന ദൈവിക ജ്ഞാനം, അതാണ് സത്യസന്ധമായ ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. ഇത് വിശ്വാസത്താൽ വെളിപ്പെടുന്ന ദൈവിക ജ്ഞാനമാണ്. ഇത് വിശ്വാസത്താൽ നമ്മിൽ വെളിപ്പെടുന്ന ദൈവശക്തിയാണ്. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ദൈവിക ശക്തിയാണ്, ദൈവശക്തിയാണ്. God's wisdom is the demonstration of God's power and sovereignty. ദൈവത്തിന്റെ ശക്തിയും പരമാധികാരത്തെയും വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ ജ്ഞാനം. That means God's wisdom will reveal God himself. ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തെ തന്നെ നമുക്ക് വെളിപ്പെടുത്തും. അത് നമ്മിൽ വെളിപ്പെടുന്നത് വിശ്വാസത്താലാണ്. ആ വിശ്വാസം അത് ദൈവം നമ്മിൽ പകരുന്ന വിശ്വാസമാണ്. അത് നമ്മുടേതെന്ന് പറയുവാൻ നമുക്ക് ഒന്നുമില്ല എന്ന സത്യത്തെ നാം തിരിച്ചറിയണം. കർത്താവിൻ്റെ ആത്മാവാണ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ദുഷ്ടന്റെ തന്ത്രം നമ്മിൽ ഫലിക്കാതെ വണ്ണം നമ്മെ കാക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. 21-ാം വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. Jewish people, they are seeking proof. Greek, they are seeking wisdom. ഒരാൾ അടയാളം അന്വേഷിച്ച് നടക്കുന്നു, ഒരാൾ ജ്ഞാനം അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ സകലത്തിൻ്റെയും ആധാരമായ ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തുമോ? കണ്ടെത്തും. പക്ഷേ ഏതൊരു സത്യാന്വേഷിയുടെയും ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ആ പവിത്രമായ വിശ്വാസം വെളിപ്പെടുമ്പോൾ ദൈവത്തെ ആ മലയിലും ഈ മലയിലും അന്വേഷിക്കേണ്ട, ആ മലയിലും ഈ മലയിലും ആരാധിക്കേണ്ട. പകരം ദൈവം നമ്മോട് കൂടെ, ആ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ വെളിപ്പെടുകയാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നത് ആരുടെയും ഔദാര്യത്താലല്ല, ആരുടെയും സഹായത്താലല്ല, ഒരു മധ്യസ്ഥന്റെയും സഹായത്താലല്ല. ദൈവം തന്നെ മധ്യസ്ഥനായി, ദൈവം തന്നെ പരിഹാരകനായി, ദൈവം തന്നെ ഏകയാഗമായി, ദൈവം തന്നെ സകലവും സകലതുമായി നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുകയാണ്. അത് വിശ്വാസത്താൽ, ദൈവം നമ്മിൽ പകരുന്ന വിശ്വാസത്താൽ തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു തരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വർദ്ധിപ്പിച്ചു തരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിനെ കൂടുതലായിട്ട് അനുഭവിപ്പാനുള്ള പരിജ്ഞാനത്തെ തരട്ടെ. എന്നാൽ ദൈവ പൈതലേ, ഞാൻ ജ്ഞാനം 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 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ അയ്യോ എനിക്കതില്ലല്ലോ എന്ന് ചിന്തിക്കാം, അയ്യോ എനിക്കത് കുറവാണല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ മുഖപക്ഷം കാണിക്കാത്ത ദൈവം, നമ്മെ ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ഒരുപോലെ
നമ്മേവരെയും ഒന്നായി കണ്ട് ഏകയാഗമായി തീർന്ന ദൈവം, ആ അരുമനാഥൻ ഇന്ന് എന്നോടും നിങ്ങളോടും വ്യക്തമായി പറയുന്നത് എന്തെന്നാൽ, ദൈവിക ജ്ഞാനമെന്നാൽ ക്രിസ്തുവാണ്. ശലോമോൻ പ്രാപിച്ച ജ്ഞാനം കൊണ്ട് ശലോമോന് രാജ്യം ഭരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ശലോമോന് ആ ദൈവവുമായുള്ള ബന്ധം സൂക്ഷിക്കാൻ കഴിയാതെ പോയി. എന്നാൽ ഞാനും നിങ്ങളും പ്രാപിക്കുന്ന, വിശ്വാസത്താൽ പ്രാപിക്കുന്ന ജ്ഞാനം കൊണ്ട് ദൈവവും നാമും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി പരിപാലിക്കപ്പെടുകയാണ്. നമുക്കൊരു പിതൃബന്ധം തന്നെ നമുക്ക് വരികയാണ്. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ദൈവത്തിന്റെ മഹത്വം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ലോകത്തിന്റെ സമാധാനം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ലോകത്തിന്റെ പാപ പരിഹാര യാഗം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ എന്നവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവനെ, പ്രിയ ദൈവ പൈതലേ, ക്രിസ്തു ആണ് ദൈവശക്തിയും ക്രിസ്തുവാണ് ദൈവിക ജ്ഞാനവും. ദൈവികമായ ഏത് കാര്യമെടുത്താലും അത് വന്നു നിൽക്കുന്നത്, അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലാണ് ദൈവികതയുടെ സകലതും. ദൈവത്തിൻ്റെ വിശുദ്ധി നമുക്ക് ക്രിസ്തുവിൽ കാണാം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ക്രിസ്തുവിൽ കാണാം. ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ക്രിസ്തുവിൽ കാണാം. ദൈവത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ക്രിസ്തുവിൽ കാണാം. ദൈവത്തിൻ്റെ പാപക്ഷമ നമുക്ക് ക്രിസ്തുവിൽ കാണാം. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് നമുക്ക് ക്രിസ്തുവിൽ കാണാം. ദൈവത്തിൻ്റെ തേജസ് നമുക്ക് ക്രിസ്തുവിൽ കാണാം. ദൈവികമാകുന്ന അവകാശങ്ങൾ നമുക്ക് ക്രിസ്തുവിലൂടെ അനുഭവിപ്പാൻ കഴിയും. സകല ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ നിന്നുമുള്ള വിടുതൽ നമുക്ക് ക്രിസ്തുവിലുണ്ട്. രോഗസൗഖ്യം ക്രിസ്തുവിലുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും ഒന്നാമത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കട്ടെ. ക്രിസ്തു അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലുമുള്ള ഒരു ചിന്തയും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ വീണ്ടും വരട്ടെ. ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെ, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ദൈവിക ജ്ഞാനം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ ഇവിടെ വിവരിക്കുന്നത് ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല അത് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നതാണ് എന്ന്. കാരണം മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും കണ്ടാൽ ആഗ്രഹിക്കത്തക്ക രൂപഗുണമില്ലാത്തവനായി ആൾക്കാർ കണ്ടുകളഞ്ഞാൽ മുഖം മറച്ചു കളയത്തക്കവണ്ണം ഉള്ളവനായി
തൻ്റെ പ്രവൃത്തി നിമിത്തം തന്നെ തന്നെ ദൈവം ശിക്ഷിച്ചിരിക്കുന്നു എന്ന നിലവാരത്തിൽ മനുഷ്യൻ ചിന്തിക്കത്തക്കവണ്ണം അത്രത്തോളം തകർക്കപ്പെട്ടവനായി ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് നമ്മുടെ കണ്ണിൽ ഭോഷത്വമായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നാൽ നമ്മുടെ ഇടയിൽ പാർത്തത് കൃപയും സത്യവും നിറഞ്ഞവനായിട്ടായിരുന്നു. ഈ ഒരു പരമാർത്ഥത ഏവരും മനസ്സിലാക്കണം. ഈ ഒരു സത്യത്തെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവ ജ്ഞാനമായ ക്രിസ്തു തന്നെ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ, ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഒന്നുമല്ലാതാക്കുവാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ഇത് പല രീതിയിൽ പലരും വ്യാഖ്യാനിക്കും. പക്ഷേ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തൻ്റെ ദൈവികതയെ മാറ്റിവെച്ചിട്ട് ഒരു അടിമയ്ക്ക് സമമായി, വെറും അടിമയ്ക്കല്ല, ഒരു കെട്ടപ്പെട്ട അടിമയ്ക്ക് സമമായി ഒരു ഭോഷനായി ഇറങ്ങി വന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ രാജാവായി പിറന്നവൻ തല ചായ്പാൻ ഇടമില്ലാത്തയിടത്ത് ജനിച്ചു. സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ് പരദേശിയായി ജീവിച്ചു. ഒടുവിൽ പങ്കിട്ടെടുക്കാൻ ഉണ്ടായിരുന്നത് തൻ്റെ വസ്ത്രം മാത്രമായിരുന്നു. ഇതാണ് സത്യസന്ധമായ ദൈവിക ജ്ഞാനം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ പെന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ മൗനമായി നിന്ന് സകലതും ഏറ്റെടുത്ത് തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ആ അരുമനാഥന് സമമായിട്ട് ആരും ഇല്ല. ഒരു വാക്കുകൊണ്ട് സകലത്തെയും തകർത്ത് കളയുവാൻ കഴിയുന്നവൻ മൗനമായി, ഭോഷനായി, സ്വയം മൗനമായി, മുൾക്കിരീടധാരിയായി, രക്താംബരധാരിയായി നിന്നു. ഈ ദൈവസ്നേഹം മനുഷ്യർക്ക് ഭോഷത്വമാണ്, മനുഷ്യർക്ക് അത് വിഡ്ഢിത്തമാണ്, അത് വെറും കെട്ടുകഥയാണ് മനുഷ്യർക്ക്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ദൈവിക ജ്ഞാനവും ദൈവിക ശക്തിയും ആണ്. നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമാണ്. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തത് തിരഞ്ഞെടുത്തു. ദൈവ സന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അതെ, ജഡത്തിൽ നിന്ന് ജനിക്കാതെ ആത്മാവിൽ നിന്ന് ജനിച്ച് ആർക്കും ഒരു പ്രശംസയ്ക്കും വക കൊടുക്കാതെ ദൈവം ആ പ്രവൃത്തിയെ നിവർത്തിച്ചു. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇതാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ആ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. വേഴ്സ് 30, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും, ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് നീതിയും, ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് വിശുദ്ധീകരണവും, ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കൽ നിന്നും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയാണോ ഇല്ലാത്തത്,
ആ ക്വാളിറ്റിയെ നോക്കരുത്, ആ വിഷയത്തെ നോക്കരുത്, ക്രിസ്തുവിനെ നോക്കുക. ക്രിസ്തു ആ ഭാഗത്ത് നിറയട്ടെ, നിങ്ങൾ ജയിക്കും. ഭീരുത്വമുണ്ടോ, ധൈര്യമില്ലായ്മയുണ്ടോ, ക്രിസ്തു നിറയട്ടെ. ജ്ഞാനമില്ലായ്മയുണ്ടോ, ക്രിസ്തു നിറയട്ടെ. സ്നേഹമില്ലായ്മയുണ്ടോ, ക്രിസ്തു നിറയട്ടെ. ഭയമുണ്ടോ, ക്രിസ്തു നിറയട്ടെ. ഏത് സാഹചര്യമാണോ, ഏത് മാനസിക അവസ്ഥയാണോ, അവിടെ ക്രിസ്തു വെളിപ്പെടട്ടെ. ക്രിസ്തു വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന് മഹത്വം. വേഴ്സ് 31, 31 വാക്യം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. സോ എനിക്കോ നിങ്ങൾക്കോ ഈ ലോകപ്രകാരമായ ഒന്നിലും പ്രശംസിക്കാൻ വകയില്ല എന്ന് വചനം വ്യക്തമായി പറയുകയാണ്. നാം പ്രശംസിക്കുന്നു എങ്കിൽ അത് ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവാണ് നമ്മുടെ ജ്ഞാനം, ക്രിസ്തുവാണ് നമ്മുടെ പരിപൂർണത. അതിനായിട്ട് തന്നെ കർത്താവ് നമ്മെ ഒരുക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഏവരോടും കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.